ഹായ്. അപ്പം നമ്മൾ ഇന്ന് ഈ കേരള സഫാരിയുടെ അതേപോലെ ഊബറിനൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്, റെൻ്റൽസ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് കാറ് എത്രയോ മണിക്കൂറത്തേക്ക് നമുക്ക് റെൻറ്റിനെടുക്കാം, 3 or 4 എത്രയെന്ന് വെച്ചാൽ നമുക്ക് റെൻറ്റിനെടുക്കാം. അങ്ങനെ ഒരു കാർ ഇപ്പോൾ റെൻറ്റിനെടുത്തിട്ട് ഞങ്ങൾ പുറത്ത് പോകാം. കാരണം ഇപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ അങ്ങനെ കാറ് റെൻ്റൽസ് പോലെ എടുത്തിട്ട് ഞങ്ങൾ പുറത്ത് പോവാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്താ എങ്ങനെ. നല്ലതും കയറിക്കോ. ഊബറിലുണ്ട്, കേരള സഫാരിയിലുണ്ട് ഓപ്ഷൻ. റാപ്പിഡോയിൽ എനിക്കറിയില്ല ഉണ്ടോയെന്ന്. എന്തായാലും റാപ്പിഡോയിലുണ്ടെങ്കിലും കേരള സഫാരിയിലുണ്ട്, രണ്ടും കുറച്ചുകൂടെ ചീപ്പായിരിക്കും യൂബറിനെ വെച്ച് നോക്കുമ്പോൾ. $10.74. എങ്ങോട്ടാ പോണ്ടേന്ന് പറഞ്ഞു കൊടുക്കാം. ലൊക്കേഷൻ ഇട്ടിട്ടില്ല. നമുക്ക് പോകേണ്ടത് എടപ്പള്ളിപ്പള്ളിയിൽ പോകണം, വൈറ്റ് ലൈനും പോകണം. ആദ്യം വൈറ്റില പോയിട്ട് എടപ്പള്ളിയിൽ. നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ബിസ്മി ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ സന്ധിഭാഗം പിടിക്കില്ല, നേരെ പിടിക്കും. മുമ്പോട്ട് പോ. ഡ്രൈവർ വണ്ടിയല്ലോ, പരിക്കേറ്റവർ പുറകെ വരുന്നു. അമ്മ ക്യാമറയ്ക്ക് പറഞ്ഞിരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? പഞ്ചസാര എവിടെയല്ലേ? അരിയുടെയൊക്കെ സെഷനിലല്ലേ? അതവിടെ ഇരിക്കും. അരിയുടെയൊക്കെ കൂടുതൽ പഞ്ചസാര ഇരിക്കുന്നത്. എനിക്കും പരിക്കേറ്റു റീസെൻ്റ്ലി പറ്റി. വെച്ചാൽ ജിമ്മിന്ന് പാച്ച് നമ്മൾ ഒട്ടിച്ചതാണ്. സംഭവം വെച്ചാൽ ജിമ്മിന്ന് പിന്നെ ഒരു ചേച്ചി അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചതാണ്, മനഃപൂർവ്വം ചെയ്തതെന്ന് ഞാൻ പറയണില്ല. ഡംബിൾസ് 2 കിലോയുടെ ഡംബിൾസ് ആൾ സ്റ്റെപ്പ് കയറി ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ താഴെ കിട്ടതാ 8 ഇടൽ നേരെ കാലിലേക്കായിപ്പോയി. എന്തോ അറിയില്ല, നല്ല വേദനയും നീർക്കിട്ടുമുണ്ട്. നോക്കാം, 2 ദിവസം കൂടെ നോക്കിയിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ പോകുന്നിരിക്കണം. സംഭവിച്ചത് ശനിയാഴ്ച, ഇപ്പോൾ ബുധനാഴ്ച. അപ്പോൾ ഇവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, അല്ലെ കുറേ നേരം അങ്ങനെ പോകും. പള്ളിയിൽ എന്ത് തിരക്കാൻ നോക്കി. ഇവിടെ ഇപ്പോൾ പെരുന്നാളല്ലേ, അമ്മ എന്തൊക്കെ പർച്ചേസ് വന്നതാ, മൊറോ ഗ്ലാസ്സോ അങ്ങനെയൊക്കെ. പക്ഷെ എന്തോ തിരക്കാന്നുണ്ടോ. നല്ല തിരക്കാണ്. പിള്ളേരുടെ കൈ പിടിക്കണേ, ഈ തിരക്കിൽ ചിലപ്പം മിസ്സായി പോവും. അയ്യോ, ആ തിരക്ക് ഈ ചെരുപ്പ് ഒരു പിന്നെ ഇടാൻ പാടായിരിക്കും. പള്ളിയിൽ ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിച്ചു. അപ്പം അവരിതേ കടകളുടെ ഇടയിലേക്ക് പോയി. എനിക്ക് കാലിനെ വയ്യത്തോണ്ട് ഞാൻ പോയില്ല, ഞാനിവിടെ ഇരുന്നു. ഇനിയിപ്പോൾ അവർ പോയിട്ട് വരട്ടെ. ഇത് ജോഹാനും മേടിച്ച കാറ് അല്ലേ? ഇതെന്നാ കുക്കറാ? അടപ്പൊക്കെ ഉണ്ടല്ലോ, അറിയില്ല. വലിയ ബലമുള്ള പ്ലാസ്റ്റിക് ഒന്നും അല്ല. ഇല്ല, എന്നാലും അവർ അത്തരത്തിന് ഇത്രയൊക്കെ ഉണ്ടാക്കണ്ട. കിച്ചൺ സെറ്റ് അതൊക്കെ ചൈനീസിൻ്റെ പരിപാടി വെച്ചു അവരാണ് ഇങ്ങനെ മെനക്കെട്ട് ഓരോന്ന്. ഓ, ഈ സ്പൂണ് ശരിക്കും വേണമെങ്കിൽ ഉപയോഗിക്കാൻ.
കാണാൻ രസമുണ്ട്. കാണാൻ നല്ല രസമില്ലേ? ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഉള്ളതും രസമാണ്. സ്റ്റൗ ഒരു ചീനിച്ചട്ടി അല്ലേ? 2 ചീനച്ചട്ടി, ഗ്യാസ് കുറ്റിയോട്ടെ, പാത്രം വെക്കാൻ എന്താ പാത്രം സ്റ്റാൻഡ്. ഇതാടാ കുറ്റി. തിരിക്കാൻ മതിയല്ലോ, അതൊന്നുണ്ണി തോന്നുന്നു. ഇത് തിരിക്കാൻ മതിയല്ലോ ഈ സാധനം. ഗ്യാസ് സ്റ്റവ് ശരിക്കും മറ്റേ സ്റ്റവ് പോലെ തന്നെ ഗ്യാസ് കുറ്റിക്ക് ക്ഷാമമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഗ്യാസ് കുറ്റി. നമ്മുടെ സ്റ്റവ് പോലെ തന്നെ. കഞ്ഞി കറി വെച്ച് തരണേ. ഇവിടെ എന്തോ ഫിറ്റിങ്സ് ഉണ്ടെന്ന് തോന്നുന്നു. കത്തിയിലാകുമായിരിക്കും. കത്തി ആ പെണ്ണുങ്ങൾ കൊണ്ടുവന്ന കത്തിക്ക് എത്രയാ പറഞ്ഞേ? ആ പച്ച സാധനം എടുത്ത് ചപ്പാത്തി പോലെ എടുക്കണം. ഞാൻ അവിടെ കടയിൽ നിന്നും ചപ്പാത്തി പല. ഓ ഇതിനൊക്കെ നല്ല ബലമുള്ള പ്ലാസ്റ്റിക് ആട്ടോ. ഗ്യാസ് കുട്ടിയും കൊണ്ട് വണ്ടിയിൽ വരുവേ. ഇതല്ല ഗ്യാസ് കുറ്റി. എടാ അത് സ്റ്റൗ ആടാ, ഇതാടാ ഗ്യാസും കുറ്റി. ശരി പോട്ടെ, ഞാൻ കൊണ്ടുവരട്ടോ മറ്റേ ഗ്യാസ് കുറ്റി. 100 രൂപയ്ക്ക് 3 നോക്കാം. ചപ്പാത്തി പലക. ചേച്ചി ഇതാ ഗ്ലാസ് 100 രൂപ, 4 100 രൂപ. എന്നിട്ട് എന്താ മേടിക്കായിരുന്നു? 6 ഗ്ലാസ്. ഹായ് 6 ഗ്ലാസ് 100 രൂപയ്ക്ക് ലാഭമല്ലേ, മേടിക്കായിരുന്നില്ലേ? ഇത് ഭയങ്കര ലാഭമാണ്. ഞാൻ നോക്കി ചെറുതും വലുതും. ശേഷം ബലമുള്ള മുറ. ഇവിടെ ആ പന്ന ഒരു മുറകൊണ്ടൊക്കെ കപ്പ ഇട്ടൊരു ഓ ഈ വലിയ മുറത്തിന് നല്ല നല്ല ബലമുണ്ട് കേട്ടോ. ദൂരെ കളയണത്. ഇതമ്മച്ചിക്ക് കൊണ്ടുപോകണം. ഇത് നീണ്ട അമ്മ വലുത്. ഇതൊക്കെ മേടിച്ച് കൊടുത്തേക്കുന്നതാ. ഞാൻ അപ്പം ഉണ്ടാക്കി തരാം. പ്ലീസ് പോലെ പോകരുത്. ആൻറ്റി ആൻറ്റി വാ. വെയിറ്റ് ചെയ്യാലോ? എന്തത്? ആൻറ്റി ആൻറ്റി വാ. അപ്പഴേ ചോറ് റെഡി ആയിക്കണേ. എടുക്കുന്നത് കോൾ എടുക്കുന്നത്. അവള് ചോറുണ്ടാക്കുമല്ലേ? ചോറുണ്ടാക്കട്ടെ. ഞാൻ ചോറുണ്ടാക്കും. ചോറ് ready. ആ നീ അവിടെ ചപ്പാത്തി ഉണ്ടാക്കും. അതല്ലേ ചപ്പാത്തി പലക ഇരിക്കുന്നേ? ചപ്പാത്തിയല്ല, പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്തിനല്ലേ ആട്ടെ. ആ നീ ചപ്പാത്തി പലക ഉണ്ടാക്കിക്കോ. അതാ ചപ്പാത്തി ഇരിക്കുന്നു. അതിൽ പരുത്ത് പരുത്ത്. ഇവളല്ലേ പറയാ ഞാൻ അവളുടെ കൂടെ കളിക്കാനില്ല, പിന്നെ ആ ആ അതിൽ പരുത്തിയിട്ട് അവന് കൊടുക്ക്. ആ അതിൽ പരുത്തിയിട്ട് അവന് കൊടുക്ക്. അപ്പം അവനുണ്ടാക്കും. അങ്ങനെയല്ലേ? ചോറ് സൈഡിലേക്കാം. അത് ഈ കിച്ചൻ്റെ ഇത് ഉണ്ടാക്കിയത് അരിയുള്ളതല്ലേ? ഗ്യാസ്, ചപ്പാത്തി പലക, അതെ അതെ അതെ. കറി വെക്കാൻ പിള്ളേർക്ക് ഇതൊക്കെ ഒരു രസമല്ലേ? ഗ്ലാസ് ഏതാണ്ട് കണ്ടുപിടി. മീൻകറി ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ മീൻ വേറെ ഉണ്ടാക്കാറുണ്ട്. ഗ്ലാസ് വേറെ ഇതിനകത്തായിരിക്കും. ഗ്ലാസ് ഉണ്ടായിരുന്നോ? ഇതിന് ക്ലാസ് ഇല്ലായിരുന്നു. വേറൊരു സെറ്റ് എടുത്ത് ഞങ്ങൾ ആക്കിയ ഈ റെൻ്റൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ എത്ര മണിക്കൂറാണ് നമ്മൾ സെലക്ട് ചെയ്യുക? 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര നമ്മൾ സെലക്ട് ചെയ്യുക? നമുക്കതിലത്തെ ഒരു ഓപ്ഷനുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്യാം. റെൻ്റൽ സെലക്ട് ചെയ്തിട്ടും അവർ ആദ്യം നമ്മൾ ഊബർ ആയാലും റാപ്പിഡോ ആയാലും ഏതായാലും നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കി ജസ്റ്റ് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കാണാം റെൻ്റൽസ് എന്നുള്ളത് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർ സെലക്ട് ചെയ്യാനായിരിക്കും. 1 hour 2 hour എത്ര വെച്ച് സെലക്ട് ചെയ്യുക.
അത് കഴിയുമ്പോൾ കാറ് സിഡാൻ വേണോ അല്ലെങ്കിൽ ഹാച്ച് ബാക്ക് വേണോ ഏതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സിഡാനാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തേക്കാറുണ്ട്. സാധനം ഉള്ളതുകൊണ്ട് ഹാച്ച് ബാക്ക് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറും വണ്ടികളിലേക്ക് ഈ CNG ഉള്ളതുകൊണ്ട് നമുക്ക് ബാക്കിൽ സാധനം വയ്ക്കാൻ പറ്റില്ല. ഈ പർച്ചേസ് ആയത് ആണ് ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് മാത്രം സിഡാനാണ് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഒരു എമൗണ്ട് പറയും. ഡ്രൈവർ വന്നു കഴിയുമ്പോൾ നോർമലി പറയുന്ന പോലെ നമ്മൾ എന്താ പറയുക, ഒരു പിൻ കോഡ് ഉണ്ടല്ലോ, അത് പറഞ്ഞു കൊടുക്കുക. പിന്നെ നമ്മൾ ഓരോ ഡെസ്റ്റിനേഷൻ പോകുന്നതനുസരിച്ച് അത് ആപ്പിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എടപ്പള്ളി പള്ളിയാണെങ്കിൽ എടപ്പള്ളി, വൈറ്റിലാണ് വൈറ്റിൽ. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ആ ആപ്പിൽ കറക്റ്റ് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആ സമയം ഡ്രൈവർ നമ്മൾ കൊടുത്ത പിന്നെ അടിക്കുമ്പോൾ തൊട്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ ഓടുന്ന സമയം അവിടെ ആയിക്കോളും. സപ്പോസ് ഇപ്പം ഞങ്ങൾ 2 മണിക്കൂറാണ് സെലക്ട് ചെയ്തത്, പക്ഷേ 2 എന്നുള്ളത് 2.5-3 മണിക്കൂർ അടുപ്പിച്ചായിപ്പോയി. അപ്പോൾ അതനുസരിച്ചുള്ള ക്യാഷ് നമ്മൾ കൊടുത്താൽ മതി. നമ്മളതിനകത്ത് വേറെ പ്രത്യേകം ചെയ്യാനില്ല. ഇതാണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്. വേറെ കുഴപ്പമൊന്നുമില്ല. ദൈവം സഹായിച്ച് നല്ലൊരു ഡ്രൈവറെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ആയിക്കോളും. അതാണ് അതിൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ദിവസ വിശേഷം. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ബൈ.